ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷാ വലിയുല്ലാഹ് ദഹ്ലവിയും ഇമാം മൗദൂദിയും അവരുടെ രാഷ്ട്രീയ ചിന്തകളുടെ ഒരു താരതമ്യ ചർച്ചയാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഡൽഹി കേന്ദ്രീകരിച്ച് ജീവിച്ച് പ്രവർത്തിച്ച് മരണമടഞ്ഞ 18-ാം നൂറ്റാണ്ടിലെ തന്നെ സുപ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് ഷാ വലിയുല്ലാഹ് ദഹ്ലവി. ഷാ വലിയുല്ലാഹ് ദഹ്ലവിയുടെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ജീവിതം, ചിന്ത, അദ്ദേഹത്തിൻ്റെ ആക്ടിവിസം എല്ലാം 18-ാം നൂറ്റാണ്ടിൻ്റെ മുസ്ലിം ജീവിതവുമായും ഇസ്ലാമിക ചിന്തയുമായും കൂടുതൽ അടുത്ത് നിൽക്കുന്നതെന്നാണ്. മുഗൾ ഡൈനാസ്റ്റിയുടെ പതന പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. 1703 ഇദ്ദേഹം ജനിക്കുന്നത്. 1707 ഔറംഗസേബ് മരണമടയുന്നത്. ആ ഒരു ഘട്ടം വളരെ നിർണായക ഘട്ടമാണ്. ഒരുപക്ഷേ മുഗൾ ഡൈനാസ്റ്റി കണ്ട ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളാണ് ഔറംഗസേബ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഫത്താവ ആലംഗീരിയുടെ കളക്ഷനുമായി തന്നെ ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ വാപ്പയും പിതാവും ഷെയ്ഖ് അബ്ദുറഹീം ആ ഒരു ആക്ടിവിസത്തിൽ അദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോയൽ ഫാമിലിയുമായും മുഗൾ ഡൈനാസ്റ്റിയിലെ നോബിൾസ്, എലൈറ്റ്സ്, മുസ്ലിം എലൈറ്റ്സുമായിട്ടുള്ള നല്ല ബന്ധം സൂക്ഷിച്ച ഒരാളും കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ വാപ്പയും ഇദ്ദേഹവും, ഇദ്ദേഹത്തിൻ്റെ മുൻകാല കുടുംബങ്ങളെല്ലാം. എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മുഗൾ ഡൈനാസ്റ്റിയുമായിട്ടുള്ള ബന്ധം ഫിലോസഫിയിൽ ബന്ധപ്പെടുന്നത് എന്നത് വളരെ നിർണായകമായ ഒരു വിഷയമാണ്. കാരണം അന്നത്തെ ഏറ്റവും പവർഫുള്ളായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശക്തനായ ഭരണാധികാരിയാണ് ഔറംഗസേബ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്നും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ അല്ലെങ്കിൽ ആ മുസ്ലിം പേഴ്സണൽ ലോയുടെ അടിസ്ഥാനമായി വർത്തിക്കുന്നത് ഫത്താവ ആലംഗീരി എന്ന ഫത്വകളുടെ കളക്ഷനാണ്. അത് ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലാണ് ക്രോഡീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ ഒരു ഇസ്ലാമിക് പൊളൈറ്റി, ഇസ്ലാമിക രാഷ്ട്രീയ എൻറ്റിറ്റിയുമായിട്ട് കുടുംബത്തിന് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഗൾ ഡൈനാസ്റ്റിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ ഷാ വലിയുല്ലാഹ് ദഹ്ലവി തന്നെ പല സന്ദർഭങ്ങളിൽ മുന്നോട്ട് വന്നതായും നമുക്ക് കാണുവാൻ കഴിയും. സാധാരണ റഹീമിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ ഒരു മുദരിസായി വരികയും വാപ്പയുടെ സ്ഥാനം ഏറ്റെടുക്കുകയും പിന്നീട് ആ ഒരു ചുറ്റുപാടിലെ മുസ്ലിം നവോത്ഥാനത്തെ, സാധാരണ വിശ്വാസക്രമത്തിലുള്ള പ്രശ്നത്തെ, സാമൂഹികമായി മുസ്ലിങ്ങൾ തന്നെ നേരിട്ട പ്രശ്നത്തെ, സാമുദായികമായ ഷിഈ സുന്നി പ്രശ്നങ്ങളെ, ഇതെല്ലാം ഷാ വലിയുല്ലാഹ് ദഹ്ലവി നേരിട്ടിട്ടുണ്ട്. മറ്റൊന്നും കൂടെ ആലോചിക്കുക, ഇത് 18-ാം നൂറ്റാണ്ടിലെ ചരിത്രമാണ്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ്, 18-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് നജ്ദ് കേന്ദ്രീകരിച്ച് ഉയർന്നു വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഷാ വലിയുല്ലാഹ് ദഹ്ലവിയെ വഹാബി എന്നുള്ള ടേം കൊണ്ട് ഉപമിക്കുന്നതായും കാണുവാൻ കഴിയും. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ നജ്ദ് ദരിയൻ ഭാഗം കേന്ദ്രീകരിച്ചിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ചെയ്ത അതേ പ്രവർത്തനം ഇദ്ദേഹം ഇതേ കാലഘട്ടത്തിൽ ഇന്ത്യയും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ചില ആൾക്കാർ ഇദ്ദേഹത്തെ സലഫി ടേം ചാർത്തി കൊടുക്കുന്നത്. ഇത് പറയാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഈ ഒരു അഖീദ കണക്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ പൊളിറ്റിക്കൽ തിയോളജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സംസാരിക്കുന്ന സിയാസ ഷറഇയ്യ, അതുപോലും അദ്ദേഹത്തിൻ്റെ ചിന്ത, അദ്ദേഹത്തിൻ്റെ അഖീദ, അദ്ദേഹത്തിൻ്റെ സാമൂഹികം, സാംസ്കാരികം, രാഷ്ട്രീയം, മതപരം എല്ലാ മേഖലകളിലും ഒരുപോലെ കണക്ട് ചെയ്യപ്പെടുന്നത് ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഹുജ്ജത്തുൽ ബാലിഗ എടുത്തു നോക്കുക.
സാധാരണ അതൊരു ഫിഖ്ഹി ഗ്രന്ഥമായിട്ടാണ് പൊതുവെ പറയപ്പെടുന്നതെങ്കിൽ പോലും അത് ഫിഖ്ഹിൽ നിന്ന് വുളൂ എടുക്കുക, നിസ്കരിക്കുക, അങ്ങനെ ശുദ്ധീകരണത്തിൽ നിന്ന് തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ ദേശ രൂപീകരണത്തിൻ്റെ ചർച്ചയിലേക്ക് പോലും ഹുജ്ജത്തുൽ ബാലിഗ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് കാണുവാൻ കഴിയും. ആ ഗ്രന്ഥത്തിലാണ് അദ്ദേഹം ഇർത്തിഫാഖാത്ത് എന്ന് പറയുന്ന ഒരു സമൂഹ നിർമ്മാണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ദേശ നിർമ്മാണത്തെക്കുറിച്ചുള്ള സങ്കല്പം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇത് മാത്രമല്ല ഷാവുല്ല ദഹ്ലവിയുടെ പ്രത്യേകത. ഒരു കാലഘട്ടത്തിൽ പേർഷ്യൻ ഭാഷയിലേക്കോ മറ്റുള്ള ഭാഷയിലേക്കോ ഒന്നും ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് കരുതുന്ന സമയത്താണ് അദ്ദേഹം പേർഷ്യനിലേക്ക് ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഹദീസിനെ ഒരു തരത്തിലുമുള്ള ഒരു വിവേചനം കൂടാതെ, അതിനൊരു ശുദ്ധീകരണം ഇല്ലാതെ, ഒരു ഡിഡക്ഷൻ ഒന്നുമില്ലാതെ അങ്ങനെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇൻസാഫ് എന്ന് പറയുന്ന കൃതി എഴുതി. ചെറിയ ബുക്കാണ്. അതിൽ എങ്ങനെയാണ് ഹദീസിനെ സ്വീകരിക്കേണ്ടതും, മദ്ഹബുകളെ എങ്ങനെ കാണണം, ഇമാമുമാരെ എങ്ങനെ കാണണം, നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ഫത്വകൾ രൂപീകരിക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ഹദീസിനെ സ്വീകരിക്കേണ്ടത് എന്നൊക്കെ അദ്ദേഹം ഇൻസാഫിൽ വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ അതിൻ്റെ ഒരു സമൂഹത്തോടുള്ള ഖുർആനോടുള്ള അവരുടെ അപ്രോച്ച് മാറ്റുവാൻ, അതുപോലെ തന്നെ ഹദീസ് സ്വീകരണം സനദുമായും യാതൊരു സൂക്ഷ്മതയുമില്ലാതെ സൂഫി പണ്ഡിതന്മാർ പറയുന്ന അല്ലെങ്കിൽ ഉലമാക്കൾ എന്ന് തന്നെ വിളിക്കപ്പെടുന്ന വിഭാഗം പറയുന്ന രീതിയിൽ ഹദീസിനെ സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ ഒരു ശുദ്ധീകരണം വേണം, അവിടെ ഒരു വകതിരിവ് വേണം എന്ന് പറഞ്ഞ ആളും കൂടിയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഖുർആനും ഹദീസുമായുള്ള വിഷയങ്ങളിൽ ഇടപെട്ടത്? കാരണം അത് ശരീഅത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. ശരീഅത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആൻ അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാവണം. അതിന് ട്രാൻസ്ലേഷൻ അനിവാര്യമാണ്. ഹദീസ് രണ്ടാം പ്രമാണമാണ്. അത് എടുക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ സൂക്ഷ്മത വേണം, അതിനൊരു വകതിരിവ് വേണം. അത് നമ്മൾ തെളിവെടുക്കുമ്പോൾ, ദലീലായി എടുക്കുമ്പോൾ അതിന് എടുക്കേണ്ട അതിന് ഹക്കത്ത് വേണം, പ്രബലത വേണം. ഇങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ കാഴ്ചപ്പാടുകൾ ഒരു മതപരമായ ഫത്വകളുടെ വിഷയമാവട്ടെ, സാമുദായിക രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ആവട്ടെ, അദ്ദേഹം ഖുർആനെയും ഹദീസിനെയും സ്വീകരിക്കുമ്പോൾ, സമീപിക്കുമ്പോൾ ഈ ഒരു സൂക്ഷ്മത അദ്ദേഹത്തിൻ്റെ രചനകളിലും ചിന്തകളിലും കീപ്പ് ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നിലപാട്. സാധാരണ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ പ്രമാണങ്ങളുടെ നിലപാട് പറയേണ്ടത് എന്തുണ്ട് എന്നൊരു ചോദ്യം വരാറുണ്ട്. കാരണം അഖീദ അത് ഇസ്ലാമിക അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന സാധനമാണ്. ഈ അടിസ്ഥാന പ്രമാണങ്ങളുടെ അടിത്തറ ശരിയായില്ലെങ്കിൽ അഖീദയ്ക്ക് കോട്ടം തരും. അതുകൊണ്ട് തന്നെയാണ് അടിസ്ഥാന പ്രമാണങ്ങൾ ശക്തമാക്കുക, ഭദ്രമാക്കുക, എങ്കിൽ അഖീദ സൂക്ഷ്മമായി മാറും. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇദ്ദേഹം നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ഷെയ്ഖും കൂടിയാണ്, സൂഫി ത്വരീഖത്തിൻ്റെ ഷെയ്ഖും കൂടിയാണ്. അപ്പോൾ നക്ഷബന്ദി ത്വരീഖത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശരീഅത്തിനെ കൂടുതൽ അതിനുവേണ്ടി അഡ്വക്കേറ്റ് ചെയ്ത ഒരു സൂഫി സിൽസിലയിൽ കൂടിയാണ്. അപ്പോൾ ത്വരീഖത്ത് ശരീഅത്തില്ലാതെ ത്വരീഖത്തില്ല എന്ന് പറഞ്ഞ ത്വരീഖത്തിൻ്റെ ആളും കൂടിയാണ് ഷാ വലിയുള്ള ദഹ്ലവി. അപ്പോൾ വ്യക്തിപരമായി ആത്മീയ പാത ഒരുക്കി കൊടുക്കുന്ന സൂഫി സിൽസിലയുടെ അടിസ്ഥാനം പോലും ശരീഅത്താണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആളും കൂടിയാണ് അദ്ദേഹം. അത് കൂടാതെ തന്നെ ഷീ സുന്നി വിഷയങ്ങളിൽ ഇടപെടുകയും മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷയത്തെ കൂടുതൽ ആഴത്തിൽ സംസാരിക്കുകയും ചെയ്ത ആളും കൂടിയാണ് ഇദ്ദേഹം. ഈ ഒരു സിറ്റുവേഷൻ കടന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇർത്തിഫാഖാത്തിനെ കുറിച്ചുള്ള ചർച്ച നമ്മൾ തുടങ്ങേണ്ടത്. കാരണം ആദ്യം അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു വ്യക്തിത്വമാവണം ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇർത്തിഫാഖാത്ത് എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹുജ്ജത്തുൽ ബാലിഗയിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി, അത് ഒരു സോഷ്യോളജിക്കൽ ഡൈമെൻഷനായിട്ടുമുണ്ട്, പൊളിറ്റിക്കൽ ഡൈമെൻഷനായിട്ടുമുണ്ട്, ഒരു റിലീജിയസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഡൈമെൻഷനുമായി നമുക്ക് ഇർത്തിഫാഖാത്തിനെ ചേർത്ത് പറയാം. അദ്ദേഹത്തെ ഒരു സൂഫിയായി ചിത്രീകരിക്കുന്നവർ ഇർത്തിഫാഖാത്തിനെ, ഈ ഒരു ഗ്രാജുവൽ ഡെവലപ്മെൻറ്റിനെ സ്പിരിച്വൽ ഗ്രൗത്ത് എന്ന രീതിയിലാണ് വിശദീകരിക്കുന്നത്. അദ്ദേഹത്തെ ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ റിഫോമർ ഫിലോസഫർ എന്ന രീതിയിൽ വിശദീകരിക്കുന്നവർ ഇർത്തിഫാഖാത്തിനെ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് എന്ന രീതിയിലാണ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരു പൂർണ്ണമായ
തസവൂഫിൻ്റെയും ഫൽസഫയുടെയും ഫിലോസഫിയുടെയും സോഷ്യോളജിക്കൽ പൊളിറ്റിക്കൽ ഡയമെൻഷൻ്റെയും എല്ലാം കൂടി അടങ്ങുന്ന 18-ാം നൂറ്റാണ്ടിൽ തന്നെ മികവുറ്റ ഒരു റിഫോമർ ആയിരുന്നു, മുജദ്ദിദായിരുന്നു ഷാഹുലുല്ലാ ദഹ്ലവി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു മനുഷ്യൻ എങ്ങനെ അവൻ്റെ ഈമാൻ രൂപപ്പെടേണ്ടത് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ അഖീദയിൽ നിന്ന്, ശരീഅത്തിൽ നിന്ന്, അമലു സാലിഹാത്തിൽ നിന്ന് രൂപപ്പെടേണ്ടത് ഒന്നാണ് ഒരാളുടെ വ്യക്തിത്വം. ആ വ്യക്തിത്വം അതിൻ്റെ ഒരു സംഘടിത രൂപമാണ്. ആദ്യത്തെ യൂണിറ്റാണ് ഫാമിലി, കുടുംബം. കുടുംബങ്ങളുടെ ഒരുപാട് കുടുംബങ്ങളുടെ ഒരു വിഭാഗമാണ് ജമാഅത്ത്, ഒരു സംഘം എന്ന രീതിയിൽ. അതിൻ്റെ ഒരു വിശാല രൂപമാണ് ഒരു ദേശം. അദ്ദേഹം ജമാഅത്തിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി ഇതിൽ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇദ്ദേഹം വ്യക്തി, കുടുംബം, പിന്നെ വെക്കുന്നത് നഗരം എന്നുള്ള കൺസെപ്റ്റാണ്. നഗരം എന്നുള്ള കൺസെപ്റ്റ് ഇസ്ലാമിക പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ പുതുതല്ല. ഫാറാബി അടക്കമുള്ള ആൾക്കാർ അഹിൽ ഫാദില മദീനത്തുൽ ഫാദില എന്ന പേരിലൊക്കെ അവർ കിതാബ് എഴുതിയിട്ടുണ്ട്. മദീന എന്നത് ഒരു മുസ്ലിം പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നഗരം, സിറ്റി, ടൗൺ, വിവിധ പേരിൽ നമുക്ക് വിളിക്കാം. ഒരു മുസ്ലിം പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അവിടുത്തെ മത വ്യവഹാര, രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക, എല്ലാ വാണിജ്യ വ്യാപാര മേഖലകളെയൊക്കെ ഫോക്കസ് ചെയ്യപ്പെടുന്നത് ഈ മദീനയിലാണ്, ഈ നഗരത്തിലാണ്. മറ്റൊന്ന്, ഇദ്ദേഹം ജീവിച്ചത് ഡൽഹിയും കൂടിയാണ്. അതുകൊണ്ടാണല്ലോ ദഹ്ലവി എന്ന് വിളിക്കുന്നത്. ഈ ഡൽഹിയിലാണ് അദ്ദേഹം ജീവിച്ചത്. അന്ന് ഡൽഹി ഈ പ്രധാനപ്പെട്ട ക്യാപിറ്റലും കൂടിയാണ്. അദ്ദേഹം കാണുന്നത് അവിടെ നോബിൾസ് ഉണ്ട്, എലൈറ്റ്സ് ഉണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, മതപണ്ഡിതന്മാരുണ്ട്, ഖാദിമാരുണ്ട്, അവിടെ കച്ചവടങ്ങളുണ്ട്, അവിടെ വഴിയാത്രക്കാർ ധാരാളമുണ്ട്, സത്രങ്ങളുണ്ട്, സറായികളുണ്ട്. ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡൽഹിയെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ 3-ാം ഘട്ടമായി എടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വ്യക്തി, കുടുംബം, നഗരം, ദേശം എന്ന രീതിയിൽ അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഒരു ഭാഗത്തെ അധികാരം നിലനിൽക്കുന്ന, അധികാരത്തിൻ്റെ കേന്ദ്രമായ നഗരം, അങ്ങനെ ഒരുപാട് നഗരങ്ങളുടെ ഒരു സംഘാടന, അതാണ് അദ്ദേഹം ദേശം എന്ന രീതിയിൽ വിശദീകരിക്കുന്നത്. ഇപ്പോൾ ആ വ്യക്തിയുടെ ഒരു തസ്കിയത്ത്, ശരീഅത്തിന്, അഖീദയുടെയും അതുപോലെ തന്നെ അമലുസാലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തസ്കിയത്ത്, തർക്കിയത്ത്, അവിടുന്ന് രൂപീകരിക്കപ്പെടുന്ന ഒരു ഫാമിലി, അതിൻ്റെ ഒരു വളർച്ച ഉണ്ടാവുന്ന ഒരു നഗരം മദീന, ഒരുപാട് മദീനകളുടെ ഒരു ജമാഅത്ത്, ഇത് രൂപപ്പെടുന്ന ഒരു കൺസെപ്റ്റ്. അതിലേക്ക് അദ്ദേഹം ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരെ അങ്ങനെ ഖിലാഫത്ത് എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഷാഹുലുല്ലാ ദഹ്ലവി അദ്ദേഹത്തിൻ്റെ ഒരു ദേശ നിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇതാണ് ഷാഹുലുല്ലാ ദഹ്ലവിയുടെ ചിന്തകളുടെ ആകത്തുക. ശരീഅത്തിൽ നിന്ന് വേട്ടു നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയല്ല അദ്ദേഹം മുന്നിൽ വെച്ചത്. അതുകൊണ്ട് തന്നെ ഹുജത്തുൽ ബാലിഗയിലും അദ്ദേഹത്തിൻ്റെ വേറെ കിതാബുകളിലെല്ലാം നമുക്ക് സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചുള്ള ചിന്തകൾ കാണാം. സമ്പത്ത്, മാല്, അതുപോലെ തന്നെ അതിൻ്റെ ക്രയവിക്രയങ്ങളെല്ലാം ശരീഅത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതല്ല. കാരണം അതിൻ്റെ തസ്കിയത്ത് ഒരു വ്യക്തിയുടെ തസ്കിയത്തും കൂടിയായി ബന്ധപ്പെട്ടതാണ്. വേറെ ദിക്റുകൾ കൊണ്ടുണ്ടാവുന്ന തർബിയത്തും തസ്കിയത്തുമല്ല, സാമൂഹിക പ്രതിബദ്ധി, അതിലൂടെ ഉണ്ടാകുന്ന ആക്ഷനിലൂടെയും കൂടിയാണ് ഒരാൾക്ക് തർബിയത്ത് ഉണ്ടാകുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് സമ്പത്ത്, അതിൻ്റെ ക്രയവിക്രയം. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇതിനെ ചേർത്ത് പറയുന്നത് കാണാൻ കഴിയും. അതും കൂടാതെ ഈ ജലസേചനത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പൊളിറ്റിക്കൽ എക്കണോമിയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ ഷാഹുലുല്ലാ ദഹ്ലവി അദ്ദേഹത്തിൻ്റെ രചനകളിലും ചിന്തകളിലും പറയുന്നുണ്ട്. ഇതാണ് ഷാഹുലുല്ലാ ദഹ്ലവിയുടെ ചിന്തകളുടെ ഒരു ആകത്തുക. ഇവിടുന്നാണ് നമ്മൾ മൗദൂദി സാഹിബിൻ്റെ ചിന്തയിലേക്ക് എത്തുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം ഡൈനാസ്റ്റി പതനം സംഭവിക്കാൻ പോകുന്ന സാഹചര്യത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അതിൻ്റെ കൂടെ അദ്ദേഹം ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് അദ്ദേഹം ചിന്തയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫിയാണ്, അതിലെ ഒരു കൺസെപ്റ്റാണ്. അതിന് അദ്ദേഹം പ്രാവർത്തികമാക്കാനും കൂടി ശ്രമിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, മുഗൾ ഡൈനാസ്റ്റിക്ക് ജാട്ട് മറാഠ ട്രൈബുകളുടെയും ഗോത്രക്കാരുടെയും അതിർത്തി പ്രദേശത്തു നിന്നും ശക്തമായ അറ്റാക്കുണ്ടായ സാഹചര്യം അദ്ദേഹം വിവിധ നോബിൾസും മന്ത്രിമാർക്കും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും കത്തുകൾ അയക്കുകയും അവരെ ശകാരിക്കുകയും അദ്ദേഹത്തിന് മഖ്തൂത്താത്ത് കളക്ഷനുണ്ട്,
അതിൽ ഈ നോബിൾസ് ഫാമിലിയോടുള്ള ശകാരങ്ങളും മുസ്ലിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കേണ്ടതിനെയും അധികാരത്തെ എങ്ങനെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള നിരവധി നിർദ്ദേശങ്ങളും ശകാരങ്ങളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ മഖ്തൂത്ത, അദ്ദേഹത്തിൻ്റെ കളക്ഷൻ. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം ഈ ഭരണകർത്താക്കൾക്കും മന്ത്രിമാർക്കും നോബിൾസിനുമെല്ലാം കത്തയക്കുന്നു. പക്ഷേ ചെവി കേൾക്കാതെ അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന ഭരണാധികാരിക്ക്, പ്രത്യേകിച്ച് ഈ ഭൗതിക പ്രമുക്തതയിൽ ഇങ്ങനെ സുഖിച്ചിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം അഹമ്മദ് ഷാ ദുറാനി അല്ലെങ്കിൽ അഹമ്മദ് ഷാ അബദാലി എന്ന അഫ്ഗാനി റൂളർക്ക് കത്തയക്കുകയും അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തുകയും അദ്ദേഹം ഇന്ത്യയിൽ വന്ന് അവിടെ അന്ന് മുഗൾ ഡൈനാസ്റ്റിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ജാട്ട് മറാഠ ട്രൈബുകളെ, ഗോത്രവർഗക്കാരെ പരാജയപ്പെടുത്തുകയും കുറച്ച് മാസക്കാലം അബദാലി ഇവിടെ നിൽക്കുകയും എന്നിട്ട് അധികാരം തിരിച്ച് മുഗൾ ഭരണാധികാരികളുടെ കുടുംബങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കുകയും അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അതായത് നിലനിൽക്കുന്ന ഒരു മുസ്ലിം ഡൈനാസ്റ്റി, ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി, അതിൻ്റെ ഒരു നിലനിൽപ്പ് അത്യാവശ്യമാണ് എന്ന് ചിന്തിച്ച ആളാണ് ഷാ വലീദ് ദഹ്ലവി. നമ്മൾ ആലോചിക്കേണ്ടത് സൽത്തനത്താണ്. സൽത്തനത്ത് നമുക്കറിയാം, ഒരു മൊണാർക്കി സൽത്തനത്ത് അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് അവർ സംരക്ഷിക്കുക. അവർ പൊതുജനമധ്യത്തിലേക്ക് അവരിറങ്ങില്ല. പണ്ഡിതന്മാർ, അവർക്ക് പറ്റിയ ദർബാറി പണ്ഡിതന്മാരെ മാത്രം ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഈ പറയുന്ന സൽത്തനത്ത് അല്ലെങ്കിൽ മൊണാർക്കികളെല്ലാം, രാജകുടുംബങ്ങളെല്ലാം. എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റിയെ സംരക്ഷിച്ചു നിർത്താൻ ശ്രമിച്ചത്? കാരണം അവശേഷിക്കുന്ന മുസ്ലിം പൊളിറ്റിക്കൽ അതോറിറ്റി എന്ന നിലയിൽ അതിൻ്റെ ഒരു നിലനിൽപ്പ് അനിവാര്യമാണ് എന്ന് ചിന്തിച്ച ആളും കൂടിയാണ് ഷാ വലീദ് ദഹ്ലവി. ഉള്ള അധികാരത്തെ സംരക്ഷിച്ചു നിർത്തുകയും ആ സംരക്ഷിച്ചു നിർത്തുന്നതോടൊപ്പം തന്നെ അവരെ ഉപദേശിച്ചും മാർഗനിർദ്ദേശങ്ങൾ നൽകിയും അവരെ നന്നാക്കാനുള്ള ശ്രമം നടത്തിയ ആളും കൂടിയാണ് ഷാ വലീദ് ദഹ്ലവി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ ലൈഫ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം. ഇവിടെ നിന്നാണ് മൗദൂദ് സാഹിബിലേക്ക് എത്തുന്നത്. മൗദൂദ് സാഹിബിൻ്റെ ചിന്തകളിലും അഖീദ അടിസ്ഥാനപരമാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ആത്മീയത അടിസ്ഥാനമാണ്. മൗദൂദിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, മൗദൂദ് സാഹിബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ജമാഅത്ത് ഇസ്ലാമിയും സംഘടനയും പൊളിറ്റിക്കൽ ഫിലോസഫിയും മാത്രം വരുന്ന ഒരു വരണ്ട രാഷ്ട്രീയ ചർച്ചകളുടെ ഒരു ഉള്ളടക്കം മാത്രമുള്ള ഒരു സാഹചര്യമാണ് പൊതുവെ നിലവിലുള്ളത്. പക്ഷേ മൗലാന മൗദൂദി അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി മുന്നോട്ട് വെച്ചത്? നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ വെസ്റ്റേൺ ഫിലോസഫിയെ, മാർക്സ് അടക്കമുള്ള, ഏംഗൽസ് അടക്കമുള്ള, കാന്റ്, ഇമാനുവൽ കാന്റ്, ലോക്കെ അടക്കമുള്ള വിവിധ വെസ്റ്റേൺ ഫിലോസഫേഴ്സിൻ്റെയും രചനകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. ആ കൈകാര്യം ചെയ്തതിൻ്റെ ഫലമാണ് തഫ്ഹീമുൽ ഖുർആൻ നമുക്ക് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇസ്ലാം ജീവിത വ്യവസ്ഥ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചപ്പോൾ ഇസ്ലാമിൻ്റെ ആവേശം, ആത്മീയത, അഖീദ ഉൾക്കൊണ്ട ഒരു മനുഷ്യനെ ഹ്യൂമനിസ്റ്റ് എന്നതിന് ബദലായി മുന്നിൽ വെച്ചത്. കാരണം ഹ്യൂമനിസം എന്നത് അത് റിലീജിയസ് അല്ല. ഹ്യൂമനിസം എന്നത് പലപ്പോഴും ആവശ്യാനുസരണം നന്നാവാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് ഓപ്പർച്യൂണിസ്റ്റാണ്, സാഹചര്യം അനുസരിച്ചിട്ട് മാറുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി, ഒരു മനുഷ്യനിൽ അവൻ്റെ അഖീദ, അവൻ്റെ ശരിയ, അവൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായി മാറിക്കഴിഞ്ഞാൽ നല്ല വിശ്വാസിയായി എന്നുള്ളതാണ്. ഈ ഗുഡ് മുസ്ലിം, ബാഡ് മുസ്ലിം അല്ല, ബെസ്റ്റ് മുസ്ലിം ആയി മാറി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു വ്യക്തി എന്ന നിലയിൽ മൗലാന മൗദൂദി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇസങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഷാ വലീദ് ദഹ്ലവി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ വിവിധ വിഷയങ്ങളെ എങ്ങനെ കണ്ടു, ഒരുപക്ഷെ അതിനേക്കാളും ശക്തമായി മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ വെസ്റ്റേൺ ഫിലോസഫിയെ കൂടുതൽ കുശാഗ്ര ബുദ്ധിയോടുകൂടി തന്നെ അവലോകനം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് ഉദാഹരണം കാണാൻ കഴിയുന്നത് ഇമാം ഗസാലിയാണ്. ഇമാം ഗസാലിയുടെ ചിന്തകളെ നമ്മൾ കൂടുതൽ അനാവരണം ചെയ്യുമ്പോൾ പറയുന്നത് ഗ്രീക്ക്, പേർഷ്യൻ, ഇന്ത്യൻ വിവിധ ഫിലോസഫികളുടെ മുസ്ലിം ചിന്തകളിലുള്ള സ്വാധീനത്തെ ഇല്ലാതാക്കുവാനോ അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുവാനോ ഇമാം ഗസാലിക്ക് കഴിഞ്ഞു എന്നുള്ള വർത്തമാനമാണ് പൊതുവെ പറയാറ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലിബറൽ വായനകളിൽ ഇമാം ഗസാലിയെ സ്വതന്ത്ര ചിന്തയുടെ അന്തകൻ എന്ന രീതിയിൽ വിശേഷിപ്പിക്കാറുമുണ്ട്. അതേ വിശേഷണം മൗലാന മൗദൂദിയെക്കുറിച്ചും പറയുന്ന ഒരു ഘട്ടവും കൂടിയാണ് ഇപ്പോൾ. കാരണം വിവിധ വെസ്റ്റേൺ ഫിലോസഫിയെ അത് മുസ്ലിം പൊളിറ്റിയിൽ, മുസ്ലിം രാഷ്ട്രീയ ഘടനയിൽ, മുസ്ലിം ഇൻ്റലക്ച്വലുകൾക്കിടയിൽ, മുസ്ലിം സംഘടനകൾക്കിടയിൽ ഉണ്ടായ ഇൻഫ്ലുവൻസിനെ ചൂണ്ടിക്കാട്ടുകയും വ്യക്തമാക്കുകയും അത് പാടില്ല എന്ന് എഴുതി പറഞ്ഞ് സമർത്ഥിക്കുകയും ചെയ്ത
ആളും കൂടിയാണ് മൗലാന മൗദൂദി. എങ്ങനെയെന്ന് വെച്ചാൽ ഒരുപക്ഷെ 1950-കൾക്ക് ശേഷം ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ നേതാക്കന്മാർക്കിടയിൽ തന്നെ കൂടുതൽ ശക്തമായ ഒരു പദമാണ് ഇസ്ലാമിക് സോഷ്യലിസം. അത് പാകിസ്ഥാൻ 1947 ഡിവിഷൻ ഉണ്ടായി പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷം ജിന്ന അടക്കമുള്ള ആൾക്കാർ, പിന്നീട് വിവിധ അയ്യൂബ് ഖാൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ മുന്നോട്ട് വെച്ച ചിന്തയാണ് ഇസ്ലാമിക് സോഷ്യലിസം. കാരണം കൾച്ചറലി നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മുടെ ഐഡൻറ്റിറ്റി മുസ്ലിമാണ്. പൊളിറ്റിക്കലി നമ്മൾ എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സമത്വ സുന്ദരമായ സാമ്പത്തിക സംവിധാനമാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്നുള്ള ആശയം വെച്ചുകൊണ്ടാണ് ഇസ്ലാമിക് സോഷ്യലിസം എന്നുള്ള പദം ഈ പാകിസ്ഥാനിലെ വിവിധ മുസ്ലിം നേതാക്കന്മാരും ജിന്ന അടക്കമുള്ള പിന്നീടുള്ള അയ്യൂബ് ഖാൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഉയർത്തിപ്പിടിച്ചത്. പ്രധാനപ്പെട്ട മുസ്ലിം ബ്രദർഹുഡ് ചിന്തകനായ മുസ്തഫ സിബാവി പോലും അൽ ഇഷ്തിറാഖിയ അൽ ഇസ്ലാമിയ, ഇസ്ലാമിക് സോഷ്യലിസം എന്നുള്ള ചിന്ത പോലും മുന്നോട്ട് വെച്ച ആളാണ്. ഹസൻ ഹനഫി, ഈജിപ്തിലെ മുൻ ഇഖ്വാനി നേതാവായ, പിന്നീട് അതിൽ നിന്ന് മാറി നിന്ന ഹസൻ ഹനഫി, അദ്ദേഹം അൽ യസാറുൽ ഇസ്ലാമിക് ലെഫ്റ്റ് എന്ന പേരിൽ ചിന്ത മുന്നോട്ട് വെച്ച ആളാണ്. തുർക്കിയിൽ ആദ്യകാലത്ത് കുറച്ച് ഇസ്ലാമിക ഒരു ഇൻസ്പയർഡായ കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ അവരിപ്പോൾ ഇസ്ലാമിക് കമ്മ്യൂണിസം നമുക്ക് പറയാൻ പറ്റും എന്ന് ചിന്തിച്ച ആൾക്കാരാണ്. മൗലാന മൗദൂദി ഇതിനെയാണ് നോട്ട് ചെയ്തത്. നിങ്ങൾ ഹാഫ് മുസ്ലിം ആവുകയല്ല വേണ്ടത്, നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവേണ്ടത്, നമ്മുടെ അക്കലിലും നമ്മുടെ നെക്കിലും ഉണ്ടാവേണ്ടത് ഈമാനാണ്, അഖീദയാണ്, ശരിയാത്താണ്. ഈ രീതിയിലാണ് മൗലാന മൗദൂദി വ്യക്തിയുടെ പരിവർത്തനത്തെ ചൂണ്ടിക്കാണുന്നത്. അല്ലാതെ ദിക്റുകളിലൂടെ തസ്കിയത്തിലൂടെ മാത്രം രൂപപ്പെടുന്നതല്ല. ദിക്റും തസ്കിയത്തും ഈ തരത്തിലുള്ള ഒരു പരിവർത്തനത്തിലേക്കാണ് നയിക്കേണ്ടത് എന്നാണ് മൗലാന മൗദൂദി പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മൗലാന മൗദൂദിയുടെ രാഷ്ട്രീയ കൺസെപ്റ്റ്, ഒരു സാമൂഹിക നിർമ്മാണത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റിൽ അദ്ദേഹം വ്യക്തിയാണ് മുന്നിൽ വെക്കുന്നത്. ഏത് രീതിയിലാണോ ഷാവുലത ദഹ്ലവി ഒരു മുസ്ലിമിൻ്റെ വളർച്ചയെ പരാമർശിച്ചത്, വിശദീകരിച്ചത്, അതേ രീതിയിലോ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ള കാലികമായ ഒരു വളർച്ചയാണ് വ്യക്തിയുടെ കാര്യത്തിൽ മൗലാന മൗദൂദിയും പറഞ്ഞത്. അതുകൊണ്ടാണ് ഹാഫ് മുസ്ലിം ആവുക, അല്ലെങ്കിൽ വിവിധ ആശയങ്ങൾ പേർന്ന എന്നാൽ മുസ്ലിം ഐഡൻറ്റിറ്റിയായി ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ മൗലാന മൗദൂദി ചോദ്യം ചെയ്തു. നിങ്ങൾ സെക്യുലർ ആവുക എന്ന് പറയുന്നതിന് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് 1949-48 ശേഷം പാകിസ്ഥാനിൽ അദ്ദേഹം എത്തിയതിനു ശേഷം അദ്ദേഹം നടത്തിയ ചില പ്രക്ഷോഭങ്ങളിലൊന്നാണ് പാകിസ്ഥാനെ ഇസ്ലാമിക് സോഷ്യലിസം എന്നോ അല്ലെങ്കിൽ സെക്യുലർ സ്റ്റേറ്റ് എന്നതിന് പകരം ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് തന്നെ പ്രഖ്യാപിക്കണമെന്ന് പ്രക്ഷോഭം നടത്തുകയും അവസാനം അദ്ദേഹത്തിൻ്റെ വാക്ക് ഭരണഘടനയ്ക്ക് കേൾക്കേണ്ടി വരികയും ചെയ്തു. പേരിൽ പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനാണ്. അത് മൗലാന മൗദൂദിയുടെ പ്രവർത്തന ഫലമായി ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഒരു സംഭവമാണ്. ഒരാളുടെ ചിന്ത, നമ്മൾ മൗലാന മൗദൂദിയെ 2 ഘട്ടങ്ങളായി വേർതിരിക്കാം. ഒന്ന് ഇന്ത്യൻ മൗലാന മൗദൂദി, മറ്റൊന്ന് പാകിസ്ഥാൻ മൗലാന മൗദൂദി. ഒരുപക്ഷെ ഇന്ത്യൻ ജമാഅത്തുകാർക്ക് ഇപ്പോഴും മൗലാന മൗദൂദി എന്ന് പറയുന്നത് ഇന്ത്യൻ മൗദൂദി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഡെമോക്രസിയിലെ മാറ്റം വന്ന ചിന്തയെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചുള്ള മാറ്റം വന്ന ചിന്തയെക്കുറിച്ചും ഒരു അസർട്ടീവ് സെക്കുലറിസത്തെക്കുറിച്ചും അസർട്ടീവ് നാഷണലിസത്തെക്കുറിച്ചും ഒരു അസർട്ടീവ് ഡെമോക്രസിയെക്കുറിച്ചുമുള്ള ചിന്തകൾ ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇപ്പോഴും പരമാവധി മാറ്റി വെച്ചേക്കുകയാണ് എന്നുള്ളതാണ് സത്യം. കാരണം നമുക്കറിയാം, ജനാധിപത്യം, മതേതരത്വം, ദേശീയത, ഒരു താത്വിക വിശകലനം, അതാണ് ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയുടെ അല്ലെങ്കിൽ മൗലാന മൗദൂദിയുടെ ചിന്തയുടെ അവസാന വാക്ക് എന്നാണ് നമ്മൾ കരുതുന്നത്. അദ്ദേഹം അതിനുശേഷം പാകിസ്ഥാനിൽ പോവുകയും 30-ലധികം വർഷം, 47 മുതൽ 79 വരെ അത്രയും വർഷക്കാലം പാകിസ്ഥാനിൽ ജീവിക്കുകയും അവിടെ വലിയൊരു വിപ്ലവം തന്നെ, അദ്ദേഹത്തിൻ്റെ ചിന്തയിലെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ തന്നെ സംഭവിക്കുന്നത് പാകിസ്ഥാനിലാണ്. അതുപോലും നമ്മൾ നോട്ട് ചെയ്യാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഭാഗമാണ് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ കൂടെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ആ പരിഷ്കാരങ്ങൾ അദ്ദേഹം വിജയിക്കുകയും പേരിലെങ്കിൽ പോലും പാകിസ്ഥാനെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന പേരിൽ അദ്ദേഹത്തിന് മാറ്റുവാൻ കഴിഞ്ഞത്. കാരണം ആ സമയത്ത് ലെഫ്റ്റ് ലേണിംഗായ, സോഷ്യലിസ്റ്റായ, സെക്കുലറിസ്റ്റോ നാഷണലിസ്റ്റായ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ സെക്കുലർ എന്നുള്ള ഭാവമാണ് കൊടുക്കേണ്ടത് എന്ന് വാദിച്ച സമയവും കൂടി ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് മൗലാന മൗദൂദിയുടെ ചിന്തകളിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റം. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് വ്യക്തിയുടെ ഒരു പരിവർത്തനത്തെക്കുറിച്ചിട്ടാണ്.
ഈ രീതിയിലാണ് മുഴുവൻ ഹാഫ് മുസ്ലിം എന്നതിൻ്റെ അപ്പുറം മുഴുവൻ അഖീദയെ, മുഴുവൻ ശരീഅത്തിനെ, അമൽ സാലിഹാത്തിനെ മുഴുവൻ സ്വീകരിക്കുന്ന രീതിയാണ്. നമുക്കറിയാം സൂറ ഫുസ്സിലത്ത് വമൻ അഹ്സനു മിമ്മൻ ദഅ ഇലല്ലാഹി ആയത്തുണ്ട്, വഖാല ഇന്നനാ മിനൽ മുസ്ലിമൂൻ. ഇന്നനാ മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഏത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വർത്തമാനം പറഞ്ഞവൻ ആര് എന്നുള്ളതാണ് സൂറ ഫുസ്സിലത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് സാഹിബ് പറയുന്നത് ഐഡൻറ്റിറ്റി ഒന്ന് ഉള്ളിൽ തരംനിർത്തേണ്ടതല്ല. ഒരാളുടെ ഈമാൻ അവൻ്റെ ശരീരത്തിലും അവൻ്റെ മനസ്സിലും മാത്രം പ്രതിഫലിക്കേണ്ടതല്ല, സൊസൈറ്റിയിലും കൂടി പ്രതിഫലിക്കുന്നതിലൂടെയാണ് നമ്മൾ എങ്ങനെയാണ് മുഅ്മിനാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത്. കാരണം സാമൂഹ്യ പരിവർത്തനത്തിലൂടെ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനത്തിലൂടെ ഇതരരോടുള്ള ഇടപാടുകളിലൂടെയാണ് നമ്മൾ ആര് എന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത്. മുഹമ്മദ് സാഹിബ് പറഞ്ഞത് അതാണ്. അതുകൊണ്ട് തന്നെ ഈ ചിന്തയിൽ മുഹമ്മദ് സാഹിബിൻ്റെ വ്യക്തിയെക്കുറിച്ചുള്ള, മനുഷ്യനെക്കുറിച്ചുള്ള ചിന്തയിൽ അത് ഇൻഡിവിജ്വലിസ്റ്റ് അല്ല. സാധാരണ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം, അദ്ദേഹം തന്നെ മൗദൂദിയ ചിശ്തിയ തുരീഖത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മൊയ്ദുദ്ദീൻ ചിശ്തിക്ക് മുമ്പേ തന്നെ വന്ന മൗദൂദി ചിഷ്താണ്. ആ പരമ്പരയിലാണ് മൗദൂദ് സാഹിബ് ജനിച്ചത്. കുടുംബത്തിലൊരു തസവുഫി കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില അധ്യാപകരും മനാദുൽ ഹസനെ പോലുള്ള ആൾക്കാരും സൂഫി പണ്ഡിതന്മാർ തന്നെയായിരുന്നു. പക്ഷെ എന്നാൽ പോലും സൂഫികളുടെ പൊതുവായി ഇങ്ങനെ ഡേവേറ്റ് ചെയ്യപ്പെട്ട സൂഫികളുടെ ഇൻഡിവിജ്വലിസ്റ്റ് കാഴ്ചപ്പാടിനപ്പുറം ഒരു മനുഷ്യൻ നന്നാവേണ്ടത് സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്, എൻഗേജ്മെൻറ്റിലൂടെയാണ് എന്ന് വിശദീകരിച്ച ആളാണ് മൗലാന മൗദൂദി. ഞാൻ പറഞ്ഞത് ഈ ചിന്തകളുടെ ഷാഹുല്ലാ ദഹ്ലവിയും മൗദൂദിയും തമ്മിലുള്ള ചിന്തകളുടെ ഒരു പാരസ്പര്യമാണ് വ്യക്തി എന്ന ഡെഫിനിഷനിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിന് ശേഷമാണ് ഈ വ്യക്തികളുടെ, ഈ പേഴ്സണാലിറ്റികളുടെ ഒരു കൂട്ടമാണ് ഫാമിലി. ഷാഹുല്ലാ ദഹ്ലവി പറഞ്ഞ അതേ രീതിയിൽ മൗദൂദ് സാഹിബും അദ്ദേഹത്തിൻ്റെ ഈ ബോട്ടം അപ്പ് തിയറി എന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ ഗ്രാജുവൽ ഡെവലപ്മെൻറ്റിലെ ഒരു പൊളിറ്റിക്കൽ തിയറിയാണ്. താഴെ നിന്ന് മുകളിലേക്കുള്ള ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് ഒരു രീതിയാണ് ബോട്ടം അപ്പ് തിയറി. സാധാരണ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ ഒരു ബോട്ടം അപ്പ് തിയറിയും പിന്നെ സെൻട്രിസ്റ്റിക് തിയറിയും ഉണ്ട്. ഒരു സ്റ്റേറ്റിക് തിയറി, സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിയമം നടപ്പിലാക്കുന്ന സംവിധാനം. പക്ഷേ ദൗർഭാഗ്യവശാൽ മൗലാന മൗദൂദി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഒരു സ്റ്റേറ്റ് സ്ഥാപിച്ചതിന് ശേഷം നിയമം നടപ്പിലാക്കാൻ പറയുന്ന ഒരു മൗലാനയുടെ രൂപമാണ്. മൗലാന മൗദൂദി അതിനു മുമ്പ് ഒരു ദേശസങ്കല്പത്തിൻ്റെ വർത്തമാനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാരും പറയാറില്ല, അല്ലെങ്കിൽ അതാരും ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് ആരെയും കൊണ്ടുപോവാറുമില്ല. അവിടെയാണ് ഈ ഫാമിലിയുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത്. അതിനുശേഷം ഷാഹുല്ലാ ദഹ്ലവി നഗരമാണ് പറഞ്ഞതെങ്കിൽ മൗലാന മൗദൂദി സമൂഹമാണ് പറഞ്ഞത്. മൂന്നാമത് അദ്ദേഹം ഉമ്മത്ത് അല്ലെങ്കിൽ ഖൗം എന്ന രീതിയിൽ സമൂഹത്തെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. കാരണം ഷാഹുല്ലാ ദഹ്ലവി ജീവിച്ചത് 18-ാം നൂറ്റാണ്ടിലെ ഡൽഹി കേന്ദ്രീകൃതമായ ഒരു ലോകത്താണ്. മൗലാന മൗദൂദി ജീവിക്കുന്നത് കുറച്ചും കൂടി മോഡേണായ 20-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഗരങ്ങളുടെ സമൂഹത്തിൻ്റെ കൺസെപ്റ്റുകൾ മാറുന്നുണ്ട്, സമൂഹത്തിൻ്റെ ഒരു പ്രാധാന്യം ഉയർത്തി വരുന്നുണ്ട്. സമൂഹം രൂപപ്പെടുന്നതോടുകൂടി കൂടുതൽ വിപ്ലവങ്ങൾ ഉണ്ടാവാമെന്ന ഒരു കൺസെപ്റ്റ് മൗലാന മൗദൂദി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം മൂന്നാമതായി സമൂഹത്തെ മുന്നോട്ട് വെക്കുന്നത്. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് അദ്ദേഹം പറയുന്നത് ദേശം അല്ലെങ്കിൽ രാഷ്ട്രം എന്നുള്ള കൺസെപ്റ്റിലേക്ക്. നാലാമത്തതായി ഒരു ദേശീയ, ഒരു നാഷണൽ ബിൽഡിങ്ങിൻ്റെ വർത്തമാനമായി അദ്ദേഹം പറയുന്നത് നാലാമത്തെ ദേശം, നാഷൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്ര കൺസെപ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതുതന്നെയാണ് ഷാഹുല്ലാ ദഹ്ലവിയും അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഷാഹുല്ലാ ദഹ്ലവി ഖുർആനെ പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതുപോലെ മൗലാന മൗദൂദി തഫ്ഹീമുൽ ഖുർആൻ എഴുതി. ഖുർആൻ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് എന്ന് ചിന്തിച്ച ആളാണ് മൗലാന മൗദൂദി. എനിക്ക് മനസ്സിലായത് ഞാൻ എഴുതുക എന്നതിൻ്റെ അപ്പുറം എനിക്ക് മനസ്സിലായത് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടത് ആവശ്യകത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ആളാണ്. അതുകൊണ്ടാണ് തഫ്ഹീം എന്നുള്ള പദം തന്നെ അദ്ദേഹം ഉപയോഗിച്ചത്. ഹദീസുമായി ബന്ധപ്പെട്ട് ഷാഹുല്ലാ ദഹ്ലവി എങ്ങനെയാണ് അഖീദയെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ ഘടിപ്പിച്ച് നിർത്തിയത്, അതുപോലെ തന്നെയാണ് മൗലാന മൗദൂദിയുടെയും ചിന്തകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആധുനിക പണ്ഡിതന്മാരോ അല്ലെങ്കിൽ മധ്യകാല പണ്ഡിതന്മാരോ അതിനെ തൊടാൻ മടിച്ച വിവിധ വിഷയങ്ങളും അദ്ദേഹം ഖുർആനിൽ സ്പർശിച്ചു എന്നുള്ളതാണ്. നമ്മൾ മുത്തശാബിഹായി കരുതുന്ന പല ആയത്തുകളെയും ഇൽമുൽ കലാമിൻ്റെ ഭാഗമായി കണ്ട പല ആയത്തുകളെയും അദ്ദേഹം ചർച്ച ചെയ്തു. സുമ്മസ്തവ അലൽ അർശ് എന്നുള്ള പദം അദ്ദേഹം എങ്ങനെയാണ് വിശദീകരിച്ചത്, പിന്നീട് അള്ളാഹു
പ്രപഞ്ചത്തിൻ്റെ അധികാര ചെങ്കോൽ കയ്യിലേറിയെന്നാണ്. സാധാരണ അർത്ഥം കൊടുക്കുന്ന അദ്ദേഹം ഇരുന്നു എന്നുള്ളതാണ്. അള്ളാഹു ഇരുന്നു. മൗദൂദി എന്താ പറഞ്ഞത്? അധികാരത്തിൻ്റെ ചെങ്കോൽ കയ്യിലേന്തി. അർഷ് എന്നതിൻ്റെ, സിംഹാസനം എന്നതിൻ്റെ ആ ഒരു മഹത്വത്തെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അസീസ് എന്നുള്ള പദത്തെ, ഖഹാർ എന്നുള്ള പദത്തെ, അസ്മാഉൽ ഹുസ്നയുടെ ഓരോ പദങ്ങളും നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക. മൗലാന മൗദൂദി എങ്ങനെയാണ് അഖീദയെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കറിയാം ഖുർആൻ കി 4 ബുനിയാദി ഇസ്ലാം, ഖുർആൻ്റെ 4 സാങ്കേതിക ശബ്ദങ്ങൾ. സാധാരണ മുസ്ലിം സമൂഹത്തിൽ തസവൂഫി ചർച്ചകൾക്ക് മാത്രം ഉപയോഗിക്കുന്ന റബ്ബ് ഇലാഹ് ദീൻ അബ്ദ് എന്നുള്ള പദപ്രയോഗങ്ങളെ അദ്ദേഹത്തിൻ്റെ തിയോ ഡെമോക്രസി എന്നുള്ള കൺസെപ്റ്റിനെ അടിയാധാരമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് തിയോ ഡെമോക്രസിനെ കുറിച്ച് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഹാക്കിമിയത്ത് എന്ന, അല്ലെങ്കിൽ ഹുക്കുമത്ത് ഇലാഹി എന്നൊക്കെ പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് അദ്ദേഹം അതിന് ബേസിക്കായി ഉപയോഗിച്ചത് ഈ 4 പദപ്രയോഗങ്ങളാണ്. ഇലാഹി എന്നത് ഒരു വിളിച്ച് പ്രാർത്ഥിക്കപ്പെടേണ്ട ഒരു മഅബൂദായ ഒരു ശക്തി എന്ന രീതിയിൽ മുസ്ലിം സമൂഹം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ ഇമാം ഇബ്നു തൈമിയ്യ വിശദീകരിച്ചതുപോലെ അദ്ദേഹം തൗഹീദുൽ ഉലൂഹിയയെക്കുറിച്ച് സംസാരിച്ചു. റബ്ബ് എന്നത് തൗഹീദുർ റുബൂബിയയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അബ്ദ് എന്നത് സാധാരണ ഒരു ഭക്തനായ, ഒരു സ്വാത്വികനായ ഒരു അടിമയ്ക്കപ്പുറം അബ്ദ് എന്നത് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലേക്ക് അദ്ദേഹം അബ്ദിനെ കൊണ്ടുപോയി. ഇബാദത്തിന് അനുസരണമെന്നും നമുക്കറിയാവുന്ന കീഴ്വണക്കം, അടിമത്തം എന്നുള്ള ആശയത്തെ അദ്ദേഹം ഖുർആനിൽ നിന്ന് തന്നെ വേർതിരിച്ച് അദ്ദേഹം എടുത്തു. അതുപോലെ ദീൻ എന്നതിന്, ലക്കും ദീനിക്കും വലിയ ദീൻ എന്ന് പറയുന്ന ഏറ്റവും ശക്തമായ പൊളിറ്റിക്കൽ ഡിക്ലറേഷനെ മുസ്ലിം സമൂഹം അപ്പോളജിസ്റ്റിക്കായി ഏറ്റവും വലിയ, ഉദാഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധത്തായി മാറ്റിയ ഒരു സാഹചര്യം കൂടിയായിരുന്നു അദ്ദേഹം അക്കാലഘട്ടം. കാരണം ഒരു തരത്തിലുള്ള കുഫറും ഒരു തരത്തിലുള്ള ഷിർക്കും എനിക്ക് ഇല്ല, ഞാൻ സമ്മതിക്കില്ല എന്ന്, എനിക്ക് എൻ്റെ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എന്ന് പറയുന്ന ആ ഡിക്ലറേഷനെ നമ്മുടെ കൗമ് ഒരു അപ്പോളജിസ്റ്റിക് നിലപാടായി മാറ്റിയപ്പോൾ മൗലാന മൗദൂദി അതിൻ്റെ ആവശ്യമുള്ള പവർഫുൾ ശബ്ദത്തിൽ അത് സംസാരിച്ചു. അങ്ങനെ അബ്ദിൻ്റെ മുഴുവൻ ആശയം അദ്ദേഹം ആ സൂറത്തിൽ കൂടി പറഞ്ഞു. അതുമാത്രമല്ല, ദീൻ എന്നതിന് എല്ലാ ദീനുകളിലും ഒന്നായി സുൽഹേക്കുല്ലടക്കമുള്ള അക്ബറിൻ്റെ, അല്ലെങ്കിൽ മുല്ല മുബാറക്ക്, ഫൈസി അടക്കമുള്ള ആൾക്കാരുടെ ചിന്തകളെ ഏറ്റുപിടിക്കുന്ന, പിന്നീട് അബുൽ കലാം ആസാദ് അടക്കമുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെല്ലാം എല്ലാതരം മതങ്ങളുടെയും ഒരു സുൽഹ് നമുക്ക് പറ്റുമെന്നുള്ള കൺസെപ്റ്റ് വിശദീകരിക്കുന്ന സാഹചര്യത്തിൽ മതം എന്നത്, ഇസ്ലാം എന്നതൊരു മതമല്ല, ഇസ്ലാം എന്നത് അതിനേക്കാളും ഒരു ഷുമൂലിയായ, ഒരു സമഗ്രമായ ഒരു വ്യവസ്ഥയാണ് എന്ന രീതിയിൽ അദ്ദേഹം സമർപ്പിച്ചു. കാരണം ആ മതം അവിടെ സ്ഥാപിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഖാമത്തു സ്വലാത്തി എന്നതിൻ്റെ ആശയത്തിൽ നിന്ന് അദ്ദേഹം നഖീമുദ്ദീൻ എന്ന് പറയുന്ന പദത്തിൽ നിന്ന് ഇഖാമത്തുദ്ദീൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഓരോ ചിന്തകളും, നമസ്കാരം എന്നത്, ഇബാദത്ത് എന്നതിന് മഖ്സദുണ്ട്. നോമ്പിനും നമസ്കാരത്തിനും എല്ലാത്തരം ഇബാദത്തുകൾക്കും മഖ്സദുണ്ട്, അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ട്രെയിനിങ് ക്യാമ്പ് പോലെയാണ്. കാരണം നമസ്കാരത്തിൽ നിന്ന് കിട്ടുന്നതിന് ആ ഒബ്ജക്റ്റീവുകൾ അദ്ദേഹം എടുത്തത് ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ന അർത്ഥത്തിലേക്കാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. വ്യക്തിഗതം എന്നതിൻ്റെ അപ്പുറം കൂടെ നിൽക്കുന്നവനെക്കുറിച്ചുള്ള ബോധം. അള്ളാഹുല സഫിൽ അവജ്, വളഞ്ഞ സഫിലേക്ക് നോക്കുകയില്ല, ചേർന്ന് നിൽക്കേണ്ടതാണ്. അതുപോലെ തന്നെ വൃത്തി വേണം, അനുസരണം വേണം, ഇമാമിനെ അനുസരിക്കുന്ന അനുയായികൾ വേണം. ഈ തരത്തിൽ ഒരു കേഡർ സംവിധാനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരുപക്ഷേ മുസ്ലിം സമൂഹം മുഴുവൻ ഈ ഒരു കേഡർ സംവിധാനത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്ന രീതിയിൽ അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നു. അപ്പോൾ എടുക്കുന്ന ആയത്തുകളെ തർബിയത്ത്, നമ്മൾ സാധാരണ പറയുന്ന ആത്മീയ സോകോൾഡ് അർത്ഥങ്ങൾക്കപ്പുറം ഒരു മനുഷ്യന്മാരുടെ കൂട്ടായ്മയെ, അതിൽ നിന്ന് രൂപപ്പെടുന്ന സമൂഹത്തിൻ്റെ ക്രമപ്രവൃദ്ധമായ സുന്ദരമായ വളർച്ചയാണ് മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമെന്ന നിലയിലാണ് സൽത്തനത്തിനെ എങ്ങനെയാണോ ഷാബുൽ ദഹ്ലവി കണ്ടത്, അതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായി വികാസം പ്രാപിച്ച ചിന്തയാണ് സമൂഹത്തെക്കുറിച്ചും പൊളിറ്റിക്കൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചും മൗലാന മൗദൂദി ചിന്തിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ തിയോ ഡെമോക്രസി എന്നുള്ള ചിന്ത.
സ്വാഭാവികമായും മൗലാന മൗദൂദി ഒരുപാട് ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള പ്രീസ്റ്റ് ലാ റഹ്ബാനിയത്ത ഫിൽ ഇസ്ലാം, ഒരു തരത്തിലുള്ള പ്രീസ്റ്റ്ഹുഡ്, ഒരു പൗരോഹിത്യം ഇസ്ലാമിലില്ല. ഇസ്ലാമിൻ്റെ നിയമം അള്ളാഹുവിൽ നിന്ന് വരേണ്ടതാണ്, അത് നടപ്പിലാക്കേണ്ടത് മനുഷ്യനാണ്. ആ രീതിയിലുള്ള പ്രാതിനിധ്യം മനുഷ്യന് വേണം എന്ന് അദ്ദേഹം അത് ശക്തമായി തന്നെ ഖിലാഫത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റുകളെ അതിൻ്റെ ഖിലാഫത്ത് മുലൂക്യത്തിലും തഫീമുൽ ഖുർആനിലും തർജുമാൻ ഖുർആനിലൊക്കെ സുന്ദരമായി വിശദീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം ഡെമോക്രസിയുടെ ശക്തനായ വിമർശകനായിരുന്നു. ഡെമോക്രസിക്ക് അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് പൊളിറ്റിക്കൽ തിയറി. ഇലക്ട്രൽ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഇലക്ട്രൽ പ്രോസസ്സിലൂടെ ഒരു സമൂഹം ഒരു വിഭാഗത്തെ തിരഞ്ഞെടുക്കുകയും പിന്നീട് ആ വിഭാഗം അവരുടെ തോളിലേറ്റുകയും ചെയ്യപ്പെടുന്ന, അവരെന്ത് തീരുമാനമെടുത്താലും അതായി തീരുമാനമായി മാറുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഫാഷിസ്റ്റുകൾ വിജയത്തിലെത്തുന്നത്. അതാണ് ഡെമോക്രസിയുടെ ഡിഫോൾട്ട്. അദ്ദേഹം അങ്ങനെ വിശദീകരിച്ചു. പക്ഷേ തിയോ ഡെമോക്രസി എന്നുള്ളത് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുന്ന സൊല്യൂഷനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തിയോ എന്നുള്ളത്, തിയോളജി എന്നുള്ള പദത്തെ അദ്ദേഹം നിരാകരിച്ചു. ഡെമോക്രസി എന്നുള്ള പദത്തിൻ്റെ ഐഡിയോളജിയെ അദ്ദേഹം നിരാകരിച്ചു. അദ്ദേഹം ഇത് തിയോ ഡെമോക്രസിയാണ് വേണ്ടത് എന്ന് വെച്ചാൽ അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതുപോലെ സ്പിരിച്വൽ ഡെമോക്രസി. അല്ലാമ ഇഖ്ബാൽ ഉപയോഗിച്ച പദമാണ് സ്പിരിച്വൽ ഡെമോക്രസി. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫിൻ്റെ ഭാഗമായി പറഞ്ഞതാണ്. അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ അപ്രമാദിത്വം, അള്ളാഹുവിൻ്റെ പൊളിറ്റിക്കൽ സുപ്രീമസി, ശരീഅത്തിൻ്റെ സുപ്രീമസി, അഖീദയുടെ സുപ്രീമസി, അതൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് തിയോ എന്നുള്ള പദത്തെ മോഡേൺ ടേം അദ്ദേഹം ഉപയോഗിച്ച സാങ്കേതിക സംജ്ഞയിലേക്ക് ചേർത്ത് വെച്ചത്. തിയോ ഡെമോക്രസി എന്നുള്ള ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്നിട്ട് പോലും പറഞ്ഞു തിയോ ഡെമോക്രസി എന്നുള്ളത് ഇത് വ്യക്തികളാണ് നടപ്പിലാക്കേണ്ടത്. അത് നടപ്പിലാക്കുമ്പോൾ അതിനാവശ്യമായ ഒരുപാട് പോയിൻറ്റ്സുകളുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വിവിധ പ്രഭാഷണങ്ങളിലൂടെ മുന്നോട്ട് വെച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനിൽ ഭരണഘടനാ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. എങ്ങനെയാണ് പാകിസ്ഥാനിൽ ഒരു മനുഷ്യൻ്റെ, അവിടുത്തെ സിറ്റിസൻ്റെ ഒരു സുരക്ഷ, അവരുടെ ഐഡൻറ്റിറ്റി, മതം, സിവിൽ റൈറ്റ്സ്, ഫ്രീഡം, ഇതൊക്കെ എങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യേണ്ടത്, സംരക്ഷിക്കേണ്ടതെന്നുള്ള ചർച്ച നടക്കുകയാണ്. അപ്പോൾ മൗലാന മൗദൂദി 1952 കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അവിടെയും അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട നിർദ്ദേശം ശരിയാവണം ഈ ഭാഗത്തെ, ഈ ഭൂപ്രദേശത്തെ നിയമനിർദ്ധാരണത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്. അദ്ദേഹം ആദ്യം അതാണ് മുന്നോട്ട് വെച്ചത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഒരു നിയമവും ശരീഅത്തിന് വിരുദ്ധമാവാൻ പാടില്ല. ഇനി ഏതെങ്കിലും നിയമം ഭരണഘടനാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ശരീഅത്തിന് വിരുദ്ധമാണെങ്കിൽ അത് തള്ളിക്കളയേണ്ടതാണ്. അതുപോലെ തന്നെ ശരീഅത്ത്, പാകിസ്ഥാൻ്റെ ഭരണഘടന, ഇനി ഉണ്ടാവാൻ പോകുന്ന ഭരണഘടന, അത് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്ന പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റിനെ സംരക്ഷിക്കുന്നതാവണം, പ്രിസർവ് ചെയ്യുന്നതാവണം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു സിവിൽ റൈറ്റ്സ്, ഓരോ മനുഷ്യൻ്റെയും സിവിൽ റൈറ്റ്സ് സംരക്ഷിക്കുന്ന, അവർക്ക് പൂർണ്ണമായി ഫ്രീഡം നൽകുന്ന ഒരു സംവിധാനമായിരിക്കണം ഭരണഘടനയിൽ കൂടി ഉണ്ടാകേണ്ടത്. അത് സിവിൽ റൈറ്റ്സ് പൂർണ്ണമാവണമെങ്കിൽ, സമ്പൂർണ്ണ രീതിയിൽ അധിഷ്ഠിതമാവണമെങ്കിൽ അത് ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവണം സിവിൽ റൈറ്റ്സ് രൂപപ്പെടുത്തേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അതും കൂടാണ്ട് അദ്ദേഹം പറഞ്ഞത് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി വേണം. കാരണം പാകിസ്ഥാനിലെ ജീവിതം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഒരു ഇംപ്ലിക്കേഷനെ കാണിച്ചു തരുന്ന ഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ത്യയിൽ പറഞ്ഞത് എന്താണോ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമ്മൾ പാകിസ്ഥാൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാദം ഒട്ടുമിക്കയും സ്വീകരിക്കപ്പെടുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ പവറുള്ള ആ ഒരു കാലിബറുള്ള പണ്ഡിതന്മാർ അവിടുത്തെ ഇസങ്ങളെയും അവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് ചർച്ചകളെയും സോഷ്യലിസത്തെയും ഡെമോക്രസിയെയും അതേ തരത്തിൽ പവർഫുള്ളായി ക്രിട്ടിസൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു പണ്ഡിതൻ സമകാലികരിൽ ഇല്ലാതിരുന്നു എന്നുള്ളതും മൗലാന മൗദൂദിയുടെ പ്രധാനപ്പെട്ട വിജയങ്ങളിൽ ഒന്നും കൂടിയായിരുന്നു. അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ വേറെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ബേസിക് റൈറ്റ്സ് കൊടുക്കാൻ പറ്റുന്ന ബേസിക് നീഡ്സ്, ബേസിക് നെസസിറ്റീസ്, ഇതെല്ലാം സംരക്ഷിക്കപ്പെടുന്നതാവണം ഭരണഘടന എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുമല്ലാതെ ഒരു 10 വർഷത്തിന് ശേഷം മൗലാന മൗദൂദി മുന്നോട്ട് വെച്ച മറ്റൊരു 6 പോയിൻറ്റ് പ്രോഗ്രാം എന്നൊരു മറ്റൊരു
പ്രക്ഷോഭ ഭാഗമായി അദ്ദേഹം മുന്നോട്ട് വെച്ച ചില പ്രധാനപ്പെട്ട ഘടകമാണ് 6 പോയിന്റ് പ്രോഗ്രാം എന്നുള്ളതാണ്. 1962 അദ്ദേഹം കറാച്ചിയിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ ഇത് മുന്നോട്ട് വെക്കുന്നത്. അതിൽ അദ്ദേഹം അവിടെയും പ്രധാനം പറയുന്നത്, കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, 1952 1949 അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നുള്ള ടൈറ്റിൽ സ്വീകരിക്കേണ്ടി വന്നു. 1952 ഭരണഘടനാ രൂപീകരണമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഒരുപാട് ഉൾപ്പെടുത്തേണ്ടി വന്ന ചരിത്രമുണ്ട്. 1962 10 വർഷത്തിന് ശേഷമുള്ള മറ്റു ഡെവലപ്മെൻറ്റാണ് ഞാൻ പറയുന്നത്. അതിലാണ് 6 പോയിൻറ്റ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന ചിന്ത അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം അവിടെയും പറയുന്നത്, ഒരു ദേശത്തിൻ്റെ പ്രോഗ്രസ്സും പ്രോസ്പെരിറ്റിയും ഉണ്ടാവണമെങ്കിൽ അത് ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള, ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണ സംവിധാനം ഉണ്ടാവണം. അദ്ദേഹം അവിടെയും ഒരു 10 വർഷത്തിന് ശേഷവും നടന്ന പ്രധാനപ്പെട്ട ചർച്ചയിലും അദ്ദേഹം ഒരേ വർത്തമാനം തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യം, ഡെമോക്രസി ആവണം, പരിപൂർണമായ ഡെമോക്രസിയിൽ ആവണം നമ്മുടെ രാഷ്ട്രം നയിക്കപ്പെടേണ്ടത്. ഏത് ഡെമോക്രസിയാണോ അദ്ദേഹം ശക്തമായി തിയറിറ്റിക്കലി തള്ളിക്കളഞ്ഞത്, അതേ ഡെമോക്രസിയെ അസർട്ടീവ് ചെയ്യുന്ന തരത്തിൽ, ഉൾക്കൊള്ളുന്ന തരത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഡെമോക്രസി ആവണം ദേശത്തിൻ്റെ ഇലക്ട്രൽ പൊളിറ്റിക്സിനെ നിർണ്ണയിക്കേണ്ടതെന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ ഒരു വ്യക്തിയോ, പാകിസ്ഥാനൊരു പ്രത്യേകത, ഇവിടെ മിലിറ്ററി ഗ്രൂപ്പുകൾക്ക്, മിലിറ്ററി ജണ്ടകൾക്ക്, അതുപോലെ തന്നെ കബീലകൾക്ക്, ഗോത്രങ്ങൾക്ക്, ഇപ്പോൾ ഈ ഖൈബർ പത്തുൻഖ പ്രൊവിൻസ് ഉണ്ട്, അവിടെ ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ നല്ല പവർഫുള്ളാണ്. അവിടുന്നാണ് ഇപ്പോഴത്തെ അമീറായ സിറാജുൽ ഹക്ക്, അവിടുത്തെ സെനറ്ററാണ്, അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിലുള്ള ആളും കൂടിയാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അമീർ സിറാജുൽ ഹക്ക് സാഹിബ്. ആ ഭാഗത്തൊക്കെ ശക്തമായ ഗോത്രവർഗ സംവിധാനങ്ങളാണ്. പഞ്ചാബ് പോലുള്ള, ലാഹോർ പോലുള്ള ഈ ഖൈബർ പത്തുൻഖ ഏരിയകളിലെല്ലാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മൗലാന മൗദൂദി പറയുന്നത്, ഒരു തരത്തിലുള്ള ഗ്രൂപ്പിനോ ട്രൈബിനോ വ്യക്തികൾക്കോ വിഭാഗങ്ങൾക്കോ ആധിപത്യം കിട്ടുന്നതാവരുത് പാകിസ്ഥാൻ്റെ ഭരണ സംവിധാനം എന്ന് അദ്ദേഹം അവിടെ വീണ്ടും എടുത്തു വെക്കുന്നുണ്ട്. പാർലമെൻറ്റിൽ ഉണ്ടാവേണ്ടത് ജനങ്ങളുടെ വോയിസാണ്, അല്ലാതെ ഏതെങ്കിലും ഗ്രൂപ്പുകളുടെ വോയിസ് അല്ല. അതുപോലെ തന്നെ ഫെയറും ഫ്രീയുമായ സുതാര്യമായ ഇലക്ഷൻ, തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെയാണ് ഭരണം ഉണ്ടാവേണ്ടത്. ഏതെങ്കിലും വിഭാഗം അധികാരത്തിലേറി വരേണ്ടതല്ല. അദ്ദേഹം അവിടെ നോക്കുക, ഡെമോക്രസിയുടെ എല്ലാ പ്രോസസ്സിനെയും എങ്ങനെ അസർട്ടീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മൗലാന മൗദൂദി പാകിസ്ഥാനിൽ ചിന്തിച്ചത് എന്ന് നമുക്ക് ഇതിൽ കൂടി കാണാൻ കഴിയും. അതുപോലെ തന്നെ റേഡിയോ, പ്രസ് അടക്കമുള്ള എല്ലാ മീഡിയ ഏജൻസികൾക്കും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം, ഭരണകൂടത്തെ വിമർശിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം കൂടി നൽകേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ 6 പോയിൻറ്റ്സ് പ്രോഗ്രാമിൽ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. ഇതാണ് മൗലാന മൗദൂദി പാകിസ്ഥാനിൽ ചിന്തിച്ചതും പ്രവർത്തിച്ചതും. മറ്റൊരു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സമരമാണ് ഖാദിയാനി സമരം. 1953 മസ്അലെ ഖാദിയാനി വിഷയത്തിൽ ഖാദിയാനികളെ നോൺ മുസ്ലിമായി പ്രഖ്യാപിക്കണം. കാരണം അത് അഖീദ വിഷയമാണ്, അത് ശരീഅത്തിൻ്റെ വിഷയമാണ്. ഒരു മുസ്ലിം രാഷ്ട്രം അവിടെ അഖീദ വിരുദ്ധമായ, ശരീഅത്തി വിരുദ്ധമായ ഒരു വാദം ഒരു വിഭാഗം ഉയർത്തുമ്പോൾ ഒരു മുസ്ലിം ഭരണകൂടം നിശബ്ദമായി നോക്കി നിൽക്കേണ്ടതല്ല എന്നാണ് മൗലാന മൗദൂദി വീക്ഷിച്ചത്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി തന്നെ പിന്നീട് ഏകദേശം 1974 സെപ്റ്റംബർ മാസം 7-ാം തീയതി ഈ ഖാദിയാനികളെ നോൺ മുസ്ലിം മൈനോറിറ്റി എന്ന രീതിയിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതും മൗലാന മൗദൂദിയുടെ തന്നെ ശ്രമഫലവും കൂടിയാണ്. മൗലാന മൗദൂദി മാത്രമല്ല, വേറെയും മൂവ്മെൻറ്റുകൾ, പ്രത്യേകിച്ച് സുന്നി മൂവ്മെൻറ്റുകളെല്ലാം ഈ ഒരു പ്രക്ഷോഭത്തിലുണ്ടായിരുന്നു. പക്ഷേ മൗലാന മൗദൂദിയുടെ ഖത്തമുൻ നുബുവ്വത്ത് അത് ഏറ്റവും കൂടുതൽ പവർഫുള്ളായ ഒരു വോയിസും കൂടിയായിരുന്നു. അതിൻ്റെ പേരിലാണ് 1953 അദ്ദേഹത്തെ ജയിലിടുന്നത്, വധശിക്ഷയ്ക്ക് വിധിച്ചു. കാരണം സഫറുല്ലാ ഖാൻ അടക്കമുള്ള ഒരാൾ, ഖാദിയാനിയായ ഒരാൾ പാർലമെൻറ്റിൽ മന്ത്രിയായിട്ടും ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ ലോക സമ്മർദ്ദം കാരണം 1955 2 വർഷത്തിന് ശേഷം മോചിപ്പിക്കുകയാണ് ചെയ്തത്. മൗലാന മൗദൂദി എന്നത് പാകിസ്ഥാനിൽ മാത്രം ഒതുങ്ങുന്ന, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പണ്ഡിതനോ ഒരു രാഷ്ട്രീയക്കാരനോ ആയിരുന്നെങ്കിൽ ലോകത്ത് ഇത്രയും സമ്മർദ്ദം അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാകുമായിരുന്നില്ല. മൗലാന മൗദൂദി റാബിത്തുൽ ആലമയുടെ ഫൗണ്ടേഷൻ മെമ്പറിൽ ഒരാളായിരുന്നു. മദീന യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലം തയ്യാറാക്കുന്ന പ്രധാനപ്പെട്ട ഒരാളായിരുന്നു.
ഇതിൻ്റെയൊക്കെ പേരിൽ ആദ്യത്തെ ഫൈസൽ അവാർഡ് കിട്ടിയ ഒരാളായിരുന്നു. പാണ്ഡിത്യം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ചരിത്രം കൂടി ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് മൗലാന മൗദൂദിയുടെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ ചിന്തകൾ ഷാവലിതയുടെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചിന്തയുമായി ഒരുപാട് സാദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 2 നൂറ്റാണ്ടുകൾ അപ്പുറവുമാണ് അവർ ജീവിക്കുന്നതെങ്കിൽ പോലും അവർ ചെലുത്തിയ അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അവരുടെ ആക്ടിവിസങ്ങൾ എല്ലാം ഇസ്ലാമിക ലോകത്ത് വലിയ ഒരു സോഴ്സായി, ഇൻ്റലക്ച്വൽ ക്യാപിറ്റലായി നിലനിന്നു എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.